ഇപ്പോൾ CPIM നേതാവ് ടി വി രാജേഷ് കൂടി ചേരുകയാണ്. രാജേഷ്, ഇത് വലിയ ഈ നാടിനെ ആകെ ഇല്ലാതാക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ അറിയപ്പെടുന്ന നേതാക്കളുമായി ബന്ധപ്പെട്ടവരുമാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ അറസ്റ്റിലായത് 3 പേരാണ് ലീഗുമായി ബന്ധപ്പെട്ട്. PK ഫിറോസിൻ്റെ സഹോദരൻ PK ബുജൈർ, യൂത്ത് ലീഗിൻ്റെ നേതാവ് സാദിഖ് അലി കൂമ്പാറ, കാസർകോട്ടെ ലീഗ് നേതാവ് MK മസൂദീൻ. ഇവരാണ് സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന നേതാക്കൾ. അല്ലാതെയും നിരവധി പേർ പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട്. ഇതൊരു വലിയ അപകടകരമായ പോക്കാണ്. മുസ്ലിം ലീഗിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഈ സംസ്ഥാനത്തെ യുവജനങ്ങളെ ക്യാമ്പസുകളിൽ അടക്കം മയക്കുമരുന്ന് ലഹരി വസ്തുക്കൾ എത്തിക്കുന്ന കണ്ണികളിൽ പ്രധാനികളായി കേരളത്തിലെ ലീഗ് നേതാക്കന്മാർ മാറുന്നു എന്നുള്ളത്. ടി വി രാജേഷ്, വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണിത്. പ്രത്യേകിച്ചും നമ്മൾ കഴിഞ്ഞ ദിവസം കാസർഗോഡ് ദേലമ്പാടിയിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകനും അവരുടെ പ്രാദേശിക ഭാരവാഹിയും അതോടൊപ്പം തന്നെ അവരുടെ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടറുമായ ഒരാളിൽ നിന്ന് കിലോ കണക്കിന് 121 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു എന്ന വാർത്തയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതോടൊപ്പം തിരുവമ്പാടിയിൽ നിന്ന് MDMA ഒരു മുസ്ലിം ലീഗിന്റെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകനിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാക്കൾ ഒരാളായ അദ്ദേഹത്തിന്റെ സഹോദരൻ MDMA കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കാൻ ചെന്നപ്പോൾ പോലീസിനെ ആക്രമിക്കുകയും അതുമായി ബന്ധപ്പെട്ട വലിയ റാക്കറ്റിൽ അദ്ദേഹം സജീവ കണ്ണിയാണെന്നുള്ള വാർത്ത ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ വളരെ മാതൃകാപരമായ ഒരു സമീപനം സ്വീകരിക്കണം. തങ്ങളിൽപ്പെട്ട ആർക്കെങ്കിലും തെറ്റായ ഇത്തരം ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അവരെ തള്ളിപ്പറയാനുള്ള ആർജവമാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വം കാണിക്കേണ്ടത്. ആ കാര്യത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വം മാതൃ കാണിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപിപ്പിക്കാനുള്ള വലിയ ഒരു നീക്കം നടക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരും പോലീസും അതുപോലെ തന്നെ എക്സൈസ് വിഭാഗവും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വിദ്യാർത്ഥി യുവജന സംഘടനകളും എല്ലാം ഒത്തൊരുമിച്ച് നിന്ന് ഈ വിപത്തിനെ ചെറുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇത്തരം ഒരു ഘട്ടത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളെ ആകെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിൽ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ മയക്കുമരുന്ന് വിറ്റ് പണമുണ്ടാക്കാനുള്ള വഴി സ്വീകരിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഈ കാര്യത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വം താഴെ തങ്ങളുടെ പാർട്ടിക്കകത്ത് ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ വെച്ചു പുലർത്തുന്ന മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന ഇത്തരം റാക്കറ്റുമായി ബന്ധമുള്ള ആളുകളെ ഒഴിവാക്കി മാതൃക കാണിക്കണം. ഇക്കാര്യത്തിൽ നല്ലൊരു പരിശോധന പാർട്ടിക്കകത്ത് നടത്താൻ മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറാവണം. അതിനുള്ള ഒരു ആർജവം മുസ്ലിം ലീഗ് നേതൃത്വം കാണിക്കണമെന്നാണ് പറയാനുള്ളത്. ശ്രീ ടി വി രാജേഷ്, അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷന്മാരായിട്ടുള്ള ശിഹാബ് തങ്ങൾ, ഒപ്പം തന്നെ സാദിഖ് അലി തങ്ങൾ, ഇവരുടെയൊക്കെ ഒരു മുഖം, അവരുടെ ഒരു നേതൃത്വം ഒക്കെ വരുമ്പോൾ വളരെ സാത്വികമായ മതപരമായ ഒരു മുഖമായി നമ്മളുടെ മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലീഗുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു ചിന്തയിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നില്ല. പക്ഷേ ഇതൊരു മറയാക്കി നിർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങൾ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് സമൂഹത്തിൻ്റെ പൊതുവായ താല്പര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്ക് ലീഗിൻ്റെ നേതാക്കന്മാർ മാറുന്നു. നേരത്തെ വസീഫ് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ 123 കിലോ സ്വർണവുമായിട്ടാണ് ചില ലീഗ് നേതാക്കളെ പിടികൂടിയത്. സ്വർണവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ഒരു MLA തന്നെ ജയിലിൽ പോയ സാഹചര്യം നമുക്ക് ഓർമ്മയുണ്ട്. ആ രീതിയിൽ ഒരു ഭാഗത്ത് മതത്തിൻ്റെ ആ ഒരു മറ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന സ്വർണ്ണക്കടത്തായാലും ഇപ്പോൾ അതിലും വലിയ സാമൂഹിക ദ്രോഹമായിട്ടുള്ള മയക്കുമരുന്ന് കടത്തിലേക്കുമൊക്കെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തിരിയുക എന്ന് പറഞ്ഞാൽ, അതിൻ്റെ പ്രവർത്തകർ തിരിയുക എന്ന് പറഞ്ഞാൽ അത് ഏത് രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയും? പ്രത്യേകിച്ചും ഇപ്പോൾ പ്രതിപക്ഷത്ത് ഇത്രയും ചെയ്യുന്നുവെങ്കിൽ അവർ ഭരണപക്ഷത്തങ്ങനെ എത്തിയാൽ എന്താവും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാഹചര്യം? എന്നുവെച്ചാൽ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് നിരവധി നേതാക്കൾ നേരത്തെ സ്വർണവുമായി ബന്ധപ്പെട്ട് ജ്വല്ലറി തട്ടിപ്പ് കേസുണ്ട്, സ്വർണ്ണക്കടത്ത് കേസുണ്ട്. ഇപ്പം നമുക്കറിയാലോ, കേരളത്തിൽ സമീപകാലത്തുണ്ടായിട്ടുള്ള സ്വർണ്ണക്കടത്ത് കേസുകളിൽ ലീഗിന്റെ ഒട്ടേറെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകർ പ്രതിക്കൂട്ടിലാണ്. ഒട്ടേറെ ആളുകൾ സംശയത്തിന് നിഴലിലായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അവിടങ്ങളിലൊക്കെ ഇതൊക്കെ ഒരു ബിസിനസ്സാണെന്ന് പറഞ്ഞ് ഇതിനെയൊക്കെ വളരെയധികം ലളിതവൽക്കരിക്കാനും ലഘൂകരിക്കാനുമാണ് പലപ്പോഴും മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറാകുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ MLA പ്രതിയായിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ ജ്വല്ലറി തട്ടിപ്പ് കേസ് വന്നു. ആ തട്ടിപ്പ് കേസ് വന്നപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ നേതാവെന്ന മേൽവിലാസം ഉപയോഗിച്ച് അദ്ദേഹം നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുണ്ട്. പക്ഷെ ഇതിനൊക്കെ മുസ്ലിം ലീഗ് നേതൃത്വം നിസ്സാരമായി തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. അതൊരു ബിസിനസ്സാണ്, അത് പൊളിഞ്ഞു പോയിരിക്കുന്നു എന്ന് പറഞ്ഞ്
യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണ തട്ടിപ്പിനെ സമർത്ഥമായി മറച്ചുവെക്കാനും തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത അതിന്റെ സൂത്രധാരന്മാരെ പരോക്ഷമായി ന്യായീകരിക്കാനും പോലും മടി കാണിക്കാത്ത ഒരു നില മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും മുസ്ലിം ലീഗ് നേതൃത്വം ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ എടുത്തു നോക്കിയാൽ കേരളത്തിൽ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടവരെല്ലാം മുസ്ലിം ലീഗിന്റെ പ്രധാന നേതാക്കന്മാരാണ്, പ്രാദേശിക നേതൃത്വമാണ്, അവർക്ക് ഉന്നത നേതാക്കന്മാരുമായിട്ട് ബന്ധമുള്ളവരാണ്, മുസ്ലിം ലീഗിന്റെ വേദികളിലെ സ്ഥിര സാന്നിധ്യമാണ്. ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം ആത്മപരിശോധന നടത്തണം, ഇത്തരക്കാർക്കെതിരായി നിലപാട് സ്വീകരിക്കണം. എത്ര ഉത്തരവാദപ്പെട്ടവരായാലും ശരി, തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കുന്നവരെ സമൂഹത്തിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത തെറ്റായ രീതികൾ, അധാർമികമായ രീതികൾ സ്വീകരിക്കുന്നവരെ പാർട്ടിക്കകത്ത് സ്ഥാനം ഉണ്ടാവുകയില്ല എന്നൊരു നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിക്കുമോ എന്നാണ് നാം കണ്ടറിയേണ്ടുന്ന കാര്യം. ടി. വി രാജേഷാണ് പ്രതികരിച്ചത്.